വാർത്തയിലേക്ക് സംസ്ഥാന സർക്കാർ ജീവനക്കാർക്ക് ശമ്പളവും പെൻഷനും മുടങ്ങില്ലെന്ന് ധനമന്ത്രി തോമസ് ഐസക്. ശമ്പള വിതരണത്തിനായി റിസർവ് ബാങ്ക് 1000 കോടി രൂപ സർക്കാരിന് നൽകും. എന്നാൽ ട്രഷറികളിൽ നിന്നും ബാങ്കുകളിൽ നിന്നും 24,000 രൂപ മാത്രമേ ജീവനക്കാർക്ക് പിൻവലിക്കാൻ സാധിക്കൂ. ശമ്പള പെൻഷൻ വിതരണത്തിലെ പ്രതിസന്ധി പരിഹരിക്കാനായി RBI ബാങ്ക് പ്രതിനിധികളുമായി സർക്കാർ ചർച്ച നടത്തി. നോട്ട് പ്രതിസന്ധി കാരണം സർക്കാർ ജീവനക്കാരുടെ ശമ്പളവും പെൻഷനും പൂർണ്ണമായി നൽകാൻ സംസ്ഥാന സർക്കാരിന്റെ പക്കൽ കറൻസി ഇല്ലാത്തത് വലിയ പ്രതിസന്ധിയാണ് സൃഷ്ടിക്കുന്നത്. എന്നാൽ ശമ്പളവും പെൻഷനും മുടങ്ങില്ലെന്ന് ധനമന്ത്രി തോമസ് ഐസക് വ്യക്തമാക്കി. എല്ലാവരുടെയും ശമ്പളവും പെൻഷനും അതാത് അക്കൗണ്ടുകളിലേക്ക് കൃത്യമായി കൊടുക്കും. എന്നാൽ ശമ്പളത്തിൽ നിന്നും 24,000 രൂപ മാത്രമേ ഒരാഴ്ച പിൻവലിക്കാൻ സാധിക്കൂ എന്ന് മന്ത്രി പറഞ്ഞു. 24,000 രൂപയെ ഈ ശമ്പള ദിവസങ്ങളിൽ ഒരാൾക്ക് പിൻവലിക്കാൻ പറ്റും. ഈ ട്രഷറികൾ ബാങ്കുകളിൽ നിന്ന് ഈ പണം ട്രഷറിയിലേക്ക് മാറ്റണം. കാലത്ത് എത്ര അവധാനതയില്ലാതെയാണ് ഈ നോട്ട് പിൻവലിക്കൽ നടപ്പാക്കിയത് എന്നുള്ളതിന് തെളിവാണ്. ശമ്പളവും പെൻഷനും വേണ്ടി 24,000 കോടി രൂപയാണ് സംസ്ഥാന സർക്കാർ RBIയോട് ആവശ്യപ്പെട്ടത്. 1,200 കോടി രൂപ ട്രഷറിക്കും 1,200 കോടി രൂപ ബാങ്കുകൾക്കും. ഇതിൽ ട്രഷറിക്കും ബാങ്കുകൾക്കുമായി 1000 കോടി രൂപ RBI നൽകാമെന്ന് ഉറപ്പ് നൽകിയതായി ധനമന്ത്രി വ്യക്തമാക്കി. 1000 കോടി രൂപ നാളെ ലഭ്യമാകും എന്നാണ് പറഞ്ഞത്. ശമ്പളം പ്രമാണിച്ച് ബാങ്കുകളിലേക്ക് അത് പാതി ബാങ്കിനും പാതി ട്രഷറിക്കുമായിട്ട് വീതം വെക്കും. അത് കഴിയുമ്പോഴത്തേനും 2-3 ദിവസം കഴിയുമ്പോഴേക്കും വേറെ പണം വരും. ഒരാഴ്ചയിൽ പിൻവലിക്കുന്ന തുക 24,000 രൂപ എന്നത് കുറയ്ക്കാൻ കഴിയില്ലെന്നും ഇത് കേന്ദ്രം ഉറപ്പാക്കണമെന്നും ധനമന്ത്രി തോമസ് ഐസക് ധനകാര്യ സെക്രട്ടറിയും RBI ബാങ്ക് പ്രതിനിധികളുമായി നടത്തിയ ചർച്ചയിൽ ആവശ്യപ്പെട്ടു. അതേസമയം സംസ്ഥാന സർക്കാരിന്റെ നികുതി വരുമാനം പകുതിയായി കുറഞ്ഞ സാഹചര്യത്തിൽ ജനുവരിയിൽ ശമ്പളം നൽകണമെങ്കിൽ കേന്ദ്രം കടം നൽകണമെന്നും ധനമന്ത്രി വ്യക്തമാക്കി. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. സംസ്ഥാനത്തെ സഹകരണ ബാങ്കുകളിലെ വായ്പകൾക്ക് 4 മാസത്തേക്ക് മൊറട്ടോറിയം പ്രഖ്യാപിച്ചു. ഇന്ന് ചേർന്ന മന്ത്രിസഭാ യോഗത്തിലാണ് ഇത് സംബന്ധിച്ച് തീരുമാനമെടുത്തത്. അതേസമയം സഹകരണ ബാങ്കുകളിൽ മാർച്ച് 31-നകം ഏകീകൃത സോഫ്റ്റ്വെയർ കൊണ്ടുവന്ന് കോർ ബാങ്കിംഗ് നടപ്പാക്കുമെന്ന് സഹകരണ മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ പറഞ്ഞു. പ്രാഥമിക സഹകരണ ബാങ്കുകൾ KYC IT നിബന്ധനകൾ പാലിച്ച് പ്രവർത്തിക്കുമെന്നും കടകംപള്ളി സുരേന്ദ്രൻ വ്യക്തമാക്കി. തിരുവനന്തപുരത്ത് ചേർന്ന സെൻട്രൽ ബാങ്ക് കോൺഫറൻസ് യോഗ തീരുമാനങ്ങൾ വിശദീകരിക്കുകയായിരുന്നു അദ്ദേഹം. സംസ്ഥാനത്തെ സഹകരണ മേഖലയിലെ പ്രതിസന്ധി ചർച്ച ചെയ്യാനാണ് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അധ്യക്ഷതയിൽ സെൻട്രൽ ബാങ്ക് കോൺഫറൻസ് തിരുവനന്തപുരത്ത് നടന്നത്. സഹകരണ ബാങ്കുകളെ ആകെ തങ്ങളുടെ നിയന്ത്രണത്തിൽ കൊണ്ടുവരാനാണ് RBI ശ്രമിക്കുന്നതെന്ന് പറഞ്ഞ മുഖ്യമന്ത്രി സഹകരണ ബാങ്കുകൾക്ക് ഏകീകൃത സോഫ്റ്റ്വെയർ കൊണ്ടുവരണമെന്നടക്കമുള്ള നിരവധി നിർദ്ദേശങ്ങളും യോഗത്തിൽ മുന്നോട്ട് വെച്ചു. RBIയുടെ നിയന്ത്രണം അംഗീകരിക്കാതിരിക്കുന്നത് അതിന്റെ ഭാഗമായിട്ട് ഈ സ്ഥാപനങ്ങളെല്ലാം കുത്തഴിഞ്ഞ മട്ടിലാണ്. ആ സഹകരണ സംഘങ്ങളെ ആകെ നിയന്ത്രിക്കാൻ RBI വരുമ്പോൾ അതിന്റെ ജനായത്ത രീതി നഷ്ടപ്പെട്ടു. പ്രാഥമിക ബാങ്കുകൾക്ക് ജില്ലാ സംസ്ഥാന സഹകരണ ബാങ്കുകൾ വേണ്ട സാമ്പത്തിക സഹായം ചെയ്യണമെന്നും മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടു. റുപ്പായ കാർഡ് വഴി സഹകരണ ബാങ്കുകളിലെ ഇടപാടുകാർക്ക് സൗകര്യമൊരുക്കണമെന്നും മുഖ്യമന്ത്രി നിർദ്ദേശിച്ചു. മുഖ്യമന്ത്രിയുടെ നിർദ്ദേശങ്ങൾ അനുസരിച്ചുള്ള തീരുമാനങ്ങളാണ് യോഗത്തിൽ ചർച്ച ചെയ്ത് കൈക്കൊണ്ടതെന്ന് സഹകരണ മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ പറഞ്ഞു. 1,624 കോടി രൂപയുടെ പഴയ കറൻസി സഹകരണ ബാങ്കുകളിൽ ഉണ്ട്. ഇത് മാറ്റിയെടുക്കാൻ RBIയെ സമീപിക്കാനും യോഗത്തിൽ തീരുമാനമായി. ബാങ്ക് ഇടപാടുകളിലെ പ്രതിസന്ധി തരണം ചെയ്യാൻ മിറർ അക്കൗണ്ട് പോലെയുള്ള ബദൽ പണവിനിമയ മാർഗങ്ങൾ സ്വീകരിക്കുമെന്നും കടകംപള്ളി സുരേന്ദ്രൻ പറഞ്ഞു. സഹകരണ ബാങ്കുകളിൽ ഒരു ഏകീകൃതമായിട്ടുള്ള സോഫ്റ്റ്വെയർ കൊണ്ടുവരണം എന്നുള്ളതാണ് ഗവൺമെൻറ് ഉദ്ദേശിക്കുന്നത്. ഇത്തരം ആക്ഷേപങ്ങളിൽ നിന്നെല്ലാം മാറി നിൽക്കാനായിട്ട് സാധിക്കും. അത് വരുന്ന മാർച്ച് 31-നകത്ത് അതിനാവശ്യമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കണം എന്നാണ് ഇന്നിപ്പോൾ കണ്ടിട്ടുള്ളത്. ഈ KYC നിബന്ധന നമ്മുടെ പ്രാഥമിക ബാങ്കുകൾ പാലിക്കുന്നില്ല എന്നുള്ളതാണ്. ആ ആക്ഷേപത്തിന് അറിഞ്ഞു വരുത്തണമെന്ന് തീരുമാനിച്ചിട്ടുണ്ട്. KYC നിബന്ധന, IT നിബന്ധനകൾ ഇതെല്ലാം നമ്മുടെ സംസ്ഥാനത്തെ പ്രാഥമിക ബാങ്കുകൾ പാലിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള തീരുമാനമെടുത്തിട്ടുണ്ട്. ഗൃഹസന്ദർശനം, സഹകരണ സംരക്ഷണ മാസാചരണം, നിക്ഷേപ സമാഹരണ പരിപാടി എന്നിവ സംഘടിപ്പിക്കാനും സെൻട്രൽ ബാങ്ക് കോൺഫറൻസിൽ തീരുമാനമായി. അതേസമയം സഹകരണ ബാങ്കുകളിലെ വായ്പകൾക്ക് മാർച്ച് 31 വരെ മൊറട്ടോറിയം പ്രഖ്യാപിക്കാൻ മന്ത്രിസഭാ യോഗത്തിൽ തീരുമാനിച്ചു. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. സംസ്ഥാനത്തെ ബാങ്കുകൾ കറൻസിയില്ലാതെ ഗുരുതര പ്രതിസന്ധിയിൽ. സുരക്ഷ നൽകണമെന്നാവശ്യപ്പെട്ട് പോലീസിനും കലക്ടർമാർക്കും ബാങ്കുകൾ കത്ത് നൽകി. പണമില്ലാത്തതിനാൽ ഉപഭോക്താക്കൾ അക്രമാസക്തരായേക്കുമെന്ന് ബാങ്കുകൾ കലക്ടർക്ക് നൽകിയ കത്തിന്റെ പകർപ്പ് പീപ്പിളിന് ലഭിച്ചു.
നിക്ഷേപം പിൻവലിക്കാൻ എത്തുന്നവർക്ക് നോട്ട് നൽകാനില്ലാത്ത സാഹചര്യത്തിൽ പോലീസ് സംരക്ഷണം വേണമെന്നാവശ്യപ്പെട്ടാണ് ബാങ്കുകളുടെ കത്ത്. കറൻസി ഇല്ലാതെ ബാങ്കുകൾ അടച്ചുപൂട്ടുകയാണെന്നും സംരക്ഷണം വേണമെന്നും സംസ്ഥാനത്തിന്റെ ലീഡ് ബാങ്കായ കാനറ ബാങ്കിന്റെ മാനേജർമാർ ജില്ലാ കളക്ടർമാർക്ക് നൽകിയ കത്തിൽ ആവശ്യപ്പെടുന്നു. നവംബർ 30-ാം തീയതി മുതൽ ബ്രാഞ്ചുകളിലേക്ക് പണം വിതരണത്തിനെത്താത്ത സാഹചര്യത്തിൽ നിക്ഷേപം പിൻവലിക്കുന്നത് മരവിപ്പിക്കാൻ നിർബന്ധിതരായിരിക്കുകയാണ്. 1000, 500 രൂപ നോട്ടുകൾ നിരോധിച്ചതിനെ തുടർന്നുണ്ടായ സമ്മർദ്ദം നേരിടാൻ ആവശ്യമായ സംവിധാനമില്ല. റിസർവ് ബാങ്ക് അനുവദിച്ച പരിധിയിലുള്ള 24,000 രൂപയും ഉപഭോക്താക്കൾക്ക് നൽകാനാകുന്നില്ല. ഈ സാഹചര്യത്തിൽ നിക്ഷേപകർ അക്രമാസക്തരായേക്കാം. പോലീസ് സംരക്ഷണം വേണമെന്നാണ് അസോസിയേറ്റ് ബാങ്ക് മാനേജർമാർ കളക്ടർമാർക്ക് നൽകിയ കത്തിൽ ആവശ്യപ്പെടുന്നത്. സംരക്ഷണം ആവശ്യപ്പെട്ട് ബാങ്ക് മാനേജർമാർ നൽകിയ കത്ത് ശമ്പള ദിനത്തിൽ ബാങ്കുകൾ നേരിടാൻ പോകുന്ന പ്രതിസന്ധിയുടെ ആഴം വ്യക്തമാക്കുന്നു. MR സജേഷ്, തിരുവനന്തപുരം. ശമ്പള ദിവസത്തിൽ നോട്ട് ക്ഷാമം മൂലം ട്രഷറികൾക്കും ബാങ്കുകൾക്കും മുന്നിൽ സംഘർഷമുണ്ടാകാൻ സാധ്യതയുള്ളതിനാൽ പോലീസ് സംരക്ഷണം നൽകണമെന്നാവശ്യപ്പെട്ട് ട്രഷറി ഡയറക്ടറും ബാങ്ക് ജീവനക്കാരും സംഘടനകളും സംസ്ഥാന പോലീസ് മേധാവിക്ക് കത്തയച്ചു. നാളെ മുതലുള്ള ഒരാഴ്ചക്കാലത്താണ് സർക്കാർ ജീവനക്കാർക്ക് ശമ്പളവും പെൻഷൻകാർക്ക് പെൻഷനും നൽകേണ്ടത്. എന്നാൽ അതിനുള്ള പണം ഇപ്പോൾ ട്രഷറികളിലില്ല. ഇത് കണക്കിലെടുത്താണ് സുരക്ഷ ആവശ്യപ്പെട്ടിരിക്കുന്നത്. പണമില്ലാത്തതിനെ തുടർന്ന് കോഴിക്കോട് കാനറ ബാങ്ക് ശാഖകളിൽ പണവിതരണം നിർത്തിവെച്ചു. മിക്ക ബ്രാഞ്ചുകളും പണം എത്തിക്കാൻ സാധിക്കാത്തതിനെ തുടർന്നാണ് വിതരണം നിർത്തിവെച്ചത്. ബാങ്കുകൾക്ക് മുന്നിൽ നാട്ടുകാർ പ്രതിഷേധിച്ചു. നോട്ട് പ്രതിസന്ധിയും നഗ്രോധ ഭീകരാക്രമണവും പാർലമെന്റിന്റെ ഇരുസഭകളെയും പ്രക്ഷുബ്ധമാക്കി. പ്രതിപക്ഷ പ്രതിഷേധത്തിൽ പാർലമെന്റ് നടപടികൾ തടസ്സപ്പെട്ടു. നോട്ടുമാറ്റത്തിൽ വോട്ടിനിട്ട് ചർച്ചയില്ലെന്ന നിലപാടിൽ കേന്ദ്ര സർക്കാർ ഉറച്ചുനിന്നു. നഗ്രോധ ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ട സൈനികർക്ക് ആദരാഞ്ജലികൾ അർപ്പിക്കണമെന്ന പ്രതിപക്ഷ ആവശ്യവും കേന്ദ്ര സർക്കാർ തള്ളി. അതേസമയം പതിവിൽ നിന്നും വ്യത്യസ്തമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ലോക്സഭയിലെത്തി. പോലീസിന്റെ മനോവീര്യം തകർക്കുന്ന നടപടികൾ ഉണ്ടാകില്ലെന്നും കഴമ്പില്ലാത്ത വിമർശനങ്ങൾ കാര്യമാക്കേണ്ടതില്ലെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ. കർത്തവ്യ നിർവഹണം നീതിപൂർവവും നിഷ്പക്ഷവുമാകണമെന്നും തെറ്റുകൾ വന്നാൽ തിരുത്തലിന് കാലതാമസമുണ്ടാകില്ലെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. സംസ്ഥാന പോലീസ് അസോസിയേഷന്റെ സ്പെഷ്യൽ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യുമ്പോഴായിരുന്നു പോലീസിനെതിരെ ഉയർന്ന വിമർശനങ്ങൾക്ക് മുഖ്യമന്ത്രി പിണറായി വിജയൻ മറുപടി നൽകിയത്. സർക്കാർ സ്വീകരിക്കുന്ന ഒരു ശൈലി ഇതാണ്. എന്തെങ്കിലും തെറ്റായ കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ആ കാര്യം പരിശോധിക്കുന്നതിനും തിരുത്തുന്നതിനും ഒരു തരത്തിലുള്ള കാലതാമസവും ഉണ്ടാവില്ല. പോലീസ് സേനയുടെ മനോവീര്യം തകർക്കുന്ന ഒരു നടപടിയും സർക്കാരിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകില്ല എന്നുകൂടി സൂചിപ്പിക്കാൻ ഞാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ്. മാവോയിസ്റ്റ് വേട്ടയുടെ പശ്ചാത്തലത്തിലാണ് മുഖ്യമന്ത്രിയുടെ പ്രസ്താവന എന്നത് ശ്രദ്ധേയമായി. വിഭാഗീയമായ പ്രവർത്തനങ്ങൾക്ക് പോലീസ് സേനാംഗങ്ങൾ വശംവദരാകരുത്. ലോക്കപ്പിൽ 3-ാം മുറ അനുവദിക്കില്ല. 3-ാം മുറ ഉണ്ടായാൽ SIക്ക് മാത്രമാവില്ല, സർക്കിൾ ഇൻസ്പെക്ടർക്കുമെതിരെ നടപടി വരും. അഴിമതിക്കാരെ സേനയിൽ വെച്ചു പൊറുപ്പിക്കില്ല. മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ, DGP ലോക്നാഥ് ബെഹ്റ, ADGP B സന്ധ്യ, അസോസിയേഷൻ ഭാരവാഹികളായ ബൈജു, അനിൽകുമാർ, ചന്ദ്രശേഖരൻ, മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥർ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. കുഴൽപ്പണ ഇടപാടുകാരൻ കോടാലി ശ്രീധരന്റെ മകനെ തട്ടിക്കൊണ്ടുപോയ സംഭവം വഴിത്തിരിവിലേക്ക്. ആദ്യം തട്ടിക്കൊണ്ടുപോയ സംഘത്തിൽ നിന്നും അരുണിനെ തട്ടിയെടുത്തത് കോടാലി ശ്രീധരൻ നിയോഗിച്ച സംഘം തന്നെയെന്ന സംശയത്തിലാണ് പോലീസ്. തട്ടിക്കൊണ്ടുപോയ ആദ്യ സംഘത്തെ പൂർണ്ണമായി പിടികൂടുന്നതുവരെ മകനെ ഒളിവിൽ പാർപ്പിക്കാനാണ് ശ്രീധരന്റെ തീരുമാനം. അതേസമയം ശ്രീധരന്റെ മകൻ അരുൺകുമാറിനെ ഡിസംബർ 6-ന് ഹാജരാക്കാൻ ഹൈക്കോടതി നിർദ്ദേശിച്ചതിനെ തുടർന്ന് ആളെ കണ്ടെത്താനുള്ള തീവ്ര പരിശ്രമത്തിലാണ് പോലീസ്. ഈ മാസം 31-നാണ് കുപ്രസിദ്ധ കുഴൽപ്പണ ഇടപാടുകാരനും ഗുണ്ടാ നേതാവുമായ കോടാലി ശ്രീധരന്റെ മകൻ അരുൺകുമാറിനെ കോതമംഗലത്തെ വീട്ടിൽ നിന്നും 8-അംഗ സംഘം തട്ടിക്കൊണ്ടുപോയത്. കേസിൽ ഇതുവരെ 4 പേരെ പോലീസ് പിടികൂടിയിരുന്നു. ശ്രീധരന്റെ നേതൃത്വത്തിൽ മലപ്പുറം സ്വദേശികളുടെ 4 കോടിയോളം രൂപ തട്ടിയെടുത്തതിന്റെ പ്രതികാരമാണ് തട്ടിക്കൊണ്ടുപോകലിന് പിന്നിലെന്നാണ് അന്വേഷണത്തിൽ വ്യക്തമായത്. ഇതിനിടെ അരുണിനെ തട്ടിക്കൊണ്ടുപോകുന്നതിന്റെയും പ്രതികളിൽ ഒരാൾ സംഭവത്തെക്കുറിച്ച് വിവരിക്കുന്നതിന്റെയും വീഡിയോ പുറത്തു വന്നിരുന്നു. കണ്ണു മൂടിക്കെട്ടിയ അരുണിന്റെ ഇരുവശങ്ങളിലുമായി പോലീസ് പിടിയിലായ കൊടുവള്ളി സ്വദേശികളായ റഫീഖും മുസ്തഫയും ഇരിക്കുന്ന ദൃശ്യമാണ് ആദ്യം പുറത്തുവന്നത്. അരുണിനെ തട്ടിക്കൊണ്ടുവന്ന് മൈസൂരിൽ ഒളിവിൽ പാർപ്പിച്ചെങ്കിലും ഇവിടെ നിന്ന് മറ്റൊരു ഗുണ്ടാസംഘം അരുണിനെ തട്ടിക്കൊണ്ടുപോയെന്ന് പോലീസിന് മൊഴി ലഭിച്ചിട്ടുണ്ട്. ഇത് കേസ് കൂടുതൽ സങ്കീർണമാക്കി. തട്ടിക്കൊണ്ടുപോകൽ സംഘം ചിത്രീകരിച്ച ദൃശ്യം കോടാലി ശ്രീധരന്റെ വീട്ടുകാർക്ക് എങ്ങനെ ലഭിച്ചുവെന്നത് സംബന്ധിച്ച് നിരവധി സംശയങ്ങളാണ് ഉയരുന്നത്.
ദൃശ്യം പോലീസിനെ ഏൽപ്പിക്കാൻ വീട്ടുകാർക്ക് നിർദ്ദേശം നൽകിയത് ശ്രീധരനാണെന്നും മകനെ കടത്തിയ സംഘത്തെ കീഴ്പ്പെടുത്തി അവരുടെ ഫോണിൽ നിന്നും ദൃശ്യങ്ങൾ ഇയാൾ കൈക്കലാക്കിയതാണെന്നും സംശയങ്ങൾ ബലപ്പെടുന്നുണ്ട്. അങ്ങനെയെങ്കിൽ തട്ടിക്കൊണ്ടുപോകൽ ആസൂത്രണം ചെയ്തവർ ഉൾപ്പെടെയുള്ള മുഴുവൻ പ്രതികളെയും അറസ്റ്റ് ചെയ്യുന്നതുവരെ കോടാലി ശ്രീധരനും മകനും ഒളിവിൽ കഴിയുമെന്നും വിലയിരുത്തപ്പെടുന്നുണ്ട്. ഡിസംബർ 6-ന് അരുണിനെ ഹാജരാക്കണമെന്ന് ഹേബിയസ് കോർപ്പസ് ഹർജിയിൽ ഹൈക്കോടതി നിർദ്ദേശം നൽകിയിരിക്കുന്നതിനാൽ എത്രയും പെട്ടെന്ന് ആളെ കണ്ടെത്താനുള്ള തീവ്ര ശ്രമത്തിലാണ് പോലീസ്. അതോടൊപ്പം കേസിൽ ഉൾപ്പെട്ട മറ്റു പ്രതികൾക്ക് വേണ്ടിയും അന്വേഷണം ഊർജിതമായി നടക്കുന്നുണ്ട്. കൊച്ചിയിൽ നിന്നും വാർത്തകളിലേക്ക്. പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ ചുരിദാർ ധരിച്ച് സ്ത്രീകൾ പ്രവേശിക്കുന്നതിന് വിലക്ക് തുടരുന്നു. ചുരിദാർ ധരിക്കാമെന്ന എക്സിക്യൂട്ടീവ് ഓഫീസറുടെ ഉത്തരവ് ഭരണസമിതി ചെയർമാൻ മരവിപ്പിച്ചു. കാലത്തിന്റെ മാറ്റം അംഗീകരിക്കണമെന്നും പ്രതിഷേധത്തിന്റെ ആവശ്യമില്ലെന്നും ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ വ്യക്തമാക്കി. കഴിഞ്ഞ ദിവസമാണ് പത്മനാഭസ്വാമി ക്ഷേത്രം എക്സിക്യൂട്ടീവ് ഓഫീസർ KN സതീഷ് സ്ത്രീകൾക്ക് ചുരിദാർ ധരിച്ച് ക്ഷേത്രത്തിൽ പ്രവേശിക്കാമെന്ന ഉത്തരവിറക്കിയത്. ഇതേ തുടർന്ന് ഇന്ന് പുലർച്ചെയോടെ ക്ഷേത്ര ദർശനത്തിനെത്തിയ സ്ത്രീകളിൽ ചുരിദാർ ധരിച്ചവരെ മേൽമുണ്ട് ധരിക്കാതെ തന്നെ ക്ഷേത്രത്തിൽ പ്രവേശിപ്പിച്ചു. എന്നാൽ ഇതിനെതിരെ ക്ഷേത്ര പരിസരത്ത് ചില ഹൈന്ദവ സംഘടനകളും ഭക്തജനങ്ങളും പ്രതിഷേധവുമായി രംഗത്തെത്തി. തീരുമാനമല്ല, ഒരിക്കലും ഞങ്ങൾ അംഗീകരിക്കില്ല. ഈ തീരുമാനത്തിന് അംഗീകരിക്കില്ലെന്ന് വെച്ചാൽ അത് തെറ്റ് തന്നെയാണ്. ആ തെറ്റിനെ എന്നും എതിർത്തതേ. ഭക്തജനങ്ങൾ എല്ലാവരും കൂടെ ഒരുമിച്ചാണ്, വിവിധ സംഘടനകൾ ഒരുമിച്ചാണ് ഇതിനെതിരെ പ്രതികരിക്കുന്നത്. കാര്യം ഇത് ആചാരാനുഷ്ഠാനങ്ങളുടെ ലംഘനമാണ് ഇവിടെ നടക്കാൻ പോകുന്നത്. പ്രതിഷേധക്കാർ ക്ഷേത്രത്തിന്റെ പടിഞ്ഞാറേ നട ഉപരോധിക്കുകയും ചെയ്തു. സംഘടനാ പ്രതിനിധികൾ ഭരണസമിതി ചെയർമാനെ കണ്ടതിനെ തുടർന്നാണ് ജില്ലാ ജഡ്ജി കൂടിയായ ചെയർമാൻ എക്സിക്യൂട്ടീവ് ഓഫീസറുടെ ഉത്തരവ് തൽക്കാലം മരവിപ്പിക്കാൻ നിർദ്ദേശിച്ചത്. ഇതേ തുടർന്നാണ് പ്രതിഷേധങ്ങൾ അവസാനിച്ചത്. അതേസമയം കാലാകാലങ്ങളായി ക്ഷേത്രത്തിന്റെ ആചാരങ്ങളിൽ വരെ മാറ്റമുണ്ടായിട്ടുണ്ടെന്നും ഇതും അംഗീകരിക്കണമെന്നും ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ പറഞ്ഞു. പ്രതിഷേധത്തിന്റെ ആവശ്യമില്ലെന്നും മന്ത്രി പ്രതികരിച്ചു. കാലത്തിന്റെ മാറ്റം ഉൾക്കൊണ്ടുകൊണ്ട് ആരാധനാലയങ്ങളിലും വലിയ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. അത്തരമൊരു മാറ്റമാണിപ്പോൾ ശ്രീ പത്മനാഭസ്വാമി ടെമ്പിളിൽ കാണുന്നത്. അതിലത്തെ വലിയ പ്രതിഷേധമൊന്നും ഉയർത്തിക്കൊണ്ട് വരേണ്ട കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. രാജ്യത്തെ എല്ലാ അമ്പലങ്ങളിലും മാന്യമായി വസ്ത്രം ധരിക്കുന്നതായിട്ടുള്ള സ്ത്രീകൾക്ക് പ്രവേശനമുണ്ട്. ഏതായാലും ഹൈക്കോടതി നിർദ്ദേശപ്രകാരം ഇറക്കിയ ഉത്തരവ് മരവിപ്പിച്ച സാഹചര്യം കോടതിയെ അറിയിക്കാനാണ് ക്ഷേത്രം എക്സിക്യൂട്ടീവ് ഓഫീസറുടെ തീരുമാനം. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. ബാർക്കോഴ കേസിൽ 2 മാസത്തിനകം അന്തിമ റിപ്പോർട്ട് നൽകണമെന്ന് വിജിലൻസിനോട് കോടതി. അന്തിമ റിപ്പോർട്ട് നൽകാൻ വിജിലൻസ് 4 മാസത്തെ സമയം ആവശ്യപ്പെട്ടിരുന്നു. ജനുവരി 30-ന് കേസ് വീണ്ടും പരിഗണിക്കും. തൊഴിലാളി ഐക്യം വളർത്തി പോരാട്ടം ശക്തിപ്പെടുത്തണമെന്ന ആഹ്വാനത്തോടെ ഒഡീഷയിലെ പുരിയിൽ ചേർന്ന CITU 15ാമത് അഖിലേന്ത്യാ സമ്മേളനം സമാപിച്ചു. ഡോക്ടർ K ഹേമലതയെ പ്രസിഡന്റായും തപൻചന്ദിനെ ജനറൽ സെക്രട്ടറിയായും സമ്മേളനം തെരഞ്ഞെടുത്തു. CITUവിന്റെ അമരത്തെത്തുന്ന ആദ്യ വനിതാ പ്രസിഡന്റാണ് ഡോക്ടർ K ഹേമലത. കേന്ദ്ര സർക്കാരിന്റെ ജനവിരുദ്ധ തൊഴിലാളി വിരുദ്ധ നയങ്ങൾക്കെതിരെയും വർഗീയതയ്ക്കുമെതിരായ പോരാട്ടം ശക്തമാക്കണമെന്ന ആഹ്വാനത്തോടെയാണ് പുരിയിൽ ചേർന്ന CITU 15ാം അഖിലേന്ത്യാ സമ്മേളനത്തിന് സമാപനമായത്. തൊഴിലാളി കർഷക ഐക്യം ശക്തിപ്പെടുത്തി ഗ്രാമീണ മേഖലയിലെ പ്രശ്നങ്ങൾ കൂടി ഏറ്റെടുക്കും. തൊഴിലിടങ്ങൾക്ക് പുറത്തേക്കും വർഗ ഐക്യത്തിന്റെയും നവ ഉദാരവൽക്കരണ നയങ്ങൾക്കെതിരായ സമരത്തിന്റെയും സന്ദേശമെത്തിക്കുക തുടങ്ങിയ തീരുമാനങ്ങളുമെടുത്താണ് സമ്മേളനം പിരിഞ്ഞത്. 124 അംഗ ജനറൽ കൗൺസിലിനെയും 126 അംഗ വർക്കിംഗ് കമ്മിറ്റിയെയും 35 ഭാരവാഹികളെയും സമ്മേളനം തിരഞ്ഞെടുത്തു. തപൻസെൻ ജനറൽ സെക്രട്ടറിയായി തുടരും. ആന്ധ്രാപ്രദേശിൽ നിന്നുള്ള ഡോക്ടർ K ഹേമലത പുതിയ പ്രസിഡന്റാകും. ദില്ലിയിൽ നിന്നുള്ള ML മൽക്കോഡിയയെ ട്രഷററായും തിരഞ്ഞെടുത്തു. വനിതാ പ്രാതിനിധ്യത്തിന് CITU എക്കാലവും പ്രാധാന്യം നൽകിയിട്ടുണ്ടെന്നും തൊഴിലാളി ഐക്യത്തിലൂടെ പുതിയ വെല്ലുവിളികൾ ഏറ്റെടുക്കുമെന്നും പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ട ഡോക്ടർ K ഹേമലത പറഞ്ഞു. Challenges before the working class movement is to unite the entire working class. CITU has been trying to promote women into the leadership position since 1979. We formed the coordination committee, and through the long efforts we had women state president in Andhra Pradesh. We had state, now also we have state president in Karnataka. CITUവിന്റെ പ്രസിഡന്റ് സ്ഥാനത്തെത്തുന്ന ആദ്യ വനിതയാണ് ഡോക്ടർ ഹേമലത. ഡോക്ടർ ജോലി ഉപേക്ഷിച്ച് 1987-ലാണ് മുഴുവൻ സമയ ട്രേഡ് യൂണിയൻ പ്രവർത്തകയായത്. മറ്റ് കേന്ദ്ര ട്രേഡ് യൂണിയനുകളുടെ ചരിത്രത്തിലും ഇതുവരെ വനിതാ നേതൃത്വം ഉണ്ടായിട്ടില്ല. രാജ്യത്തെ തൊഴിലാളി മുന്നേറ്റ ചരിത്രത്തിൽ പുതിയ അധ്യായം എഴുതി ചേർത്താണ് CITUവിന്റെ 15ാം അഖിലേന്ത്യാ സമ്മേളനത്തിന് തിരശ്ശീല വീഴുന്നത്. ജനദ്രോഹ തൊഴിലാളി വിരുദ്ധ നയങ്ങൾക്കെതിരായ പുതിയ സമരമുഖം തുറക്കാനുള്ള ഊർജ്ജം ഉൾക്കൊണ്ടുകൊണ്ടാണ് സമ്മേളന പ്രതിനിധികൾ മടങ്ങിയത്. ഒഡീഷയിലെ പുരിയിൽ നിന്നും ക്യാമറാമാൻ രാജീവ് കണ്ണാടിക്കൊപ്പം M സന്തോഷ്. ശബരിമല സന്നിധാനത്ത് വളരെ പ്രാധാന്യമുള്ളതാണ് ഗോശാലയും. അയ്യപ്പന് പാലഭിഷേകത്തിന് വേണ്ട പാല് ഈ ഗോശാലയിൽ നിന്നാണ് കൊണ്ടുപോകുന്നത്. പശുക്കളിൽ പ്രധാന ഇനം കാസർഗോഡൻ കുള്ളൻ പശുക്കളാണ്.
തത്വമസിയെ അന്വർത്ഥമാക്കുന്ന രീതിയിൽ സന്നിധാനത്ത് എല്ലാ ജീവജാലങ്ങൾക്കും തുല്യ പ്രാധാന്യമാണുള്ളത്. അയ്യപ്പനെ തൊഴാൻ മാലയിട്ടെത്തുന്ന ഭക്തരോളം തന്നെ പ്രാധാന്യം നൽകുന്നുണ്ട് ഈ ഗോശാലയിലെ മിണ്ടാപ്രാണികൾക്കും. വർഷങ്ങൾക്ക് മുമ്പ് പുറത്തുനിന്നുള്ള പാലെത്തിച്ചായിരുന്നു അയ്യപ്പന് പാലഭിഷേകം നടത്തിയിരുന്നത്. എന്നാൽ കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി സന്നിധാനത്തെ ഗോശാലയിൽ നിന്നുള്ള പശുക്കളിൽ നിന്ന് കറന്നെടുത്ത പാലുപയോഗിച്ചാണ് അയ്യപ്പന് പാലഭിഷേകം. പശുക്കളിൽ പ്രധാന ഇനം കാസർഗോഡൻ കുള്ളൻ പശുക്കളാണ്. 3 പശുക്കളും ഒരു കാളയുമാണ് സന്നിധാനത്തുള്ള കാസർഗോഡൻ കുള്ളൻ ഇനത്തിൽപ്പെട്ടവ. അതിനു പുറമെ 5 ആട്, സങ്കര ഇനത്തിൽപ്പെട്ട 3 പശുക്കൾ, 2 കാളകൾ എന്നിവയും ഗോശാലയിലുണ്ട്. ഇതിനു പുറമെ കുറച്ച് കോഴികളും ഇവിടെയുണ്ട്. കാസർഗോഡ് കുള്ളൻ ഇനത്തിൽപ്പെട്ട ഒരു പശു കഴിഞ്ഞ ദിവസം പ്രസവിച്ചിരുന്നു. തമിഴ്നാട് തേനി സ്വദേശി വേലുച്ചാമിയാണ് കാലങ്ങളായി ഗോശാലയിലെ പശുക്കളുടെ സംരക്ഷകൻ. ന്യൂസ് ബ്യൂറോ, സന്നിധാനം.